തേജസ്വിനി പുഴയോരം ടൂറിസം പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിക്കണമെന്ന ആവശ്യത്തെ തുടർന്ന് ഇറിഗേഷൻ വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്ത് പരിശോധന നടത്തി. ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ രാജരാജേന്ദ്രൻ, അസിസ്റ്റന്റ് എഞ്ചിനീയർ ജിബിൻ പ്രദീപ്, ഓവർസിയർ സനിൽ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ചെറുപുഴയിലെത്തിയത്. പദ്ധതിക്കായി പ്രാഥമികമായി 3 കോടി രൂപയാണ് എസ്റ്റിമേറ്റ് കണക്കാക്കുന്നത്. നിലവിൽ പുഴയിൽ വൻതോതിൽ മാലിന്യങ്ങൾ അടിഞ്ഞുകൂടിയിട്ടുണ്ട്. നവീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഇവ അടിയന്തരമായി നീക്കം ചെയ്യേണ്ടതുണ്ടെന്ന് ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാട്ടി. പദ്ധതി പ്രദേശത്ത് മണ്ണ് പരിശോധന ആവശ്യമാണോ എന്ന് പരിശോധിച്ച ശേഷമായിരിക്കും അന്തിമ എസ്റ്റിമേറ്റ് തയ്യാറാക്കുകയെന്ന് അധികൃതർ വ്യക്തമാക്കി. നാട്ടുകാരുടെ ദീർഘനാളത്തെ ആവശ്യമായ പുഴയോര ടൂറിസം പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നതിലേക്കുള്ള ആദ്യപടിയാണ് ഇറിഗേഷൻ വകുപ്പിന്റെ ഈ പരിശോധനയെ കാണുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോഴത്തെ ബഡ്ജറ്റിൽ 100 രൂപ ടോക്കൺ പ്രൊവിഷൻ വകയിരുത്തിയിട്ടുണ്ട്. അപ്പോൾ 3 കോടിക്കാണ് ഏകദേശം എസ്റ്റിമേറ്റ് കണക്കാക്കുന്നത്. അത് ഡീറ്റെയിൽ ആയിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ അതിന് ഇൻവെസ്റ്റിഗേഷനോ ബാക്കി കാര്യങ്ങളോ അറിഞ്ഞിട്ട് വേണം നമുക്ക് എത്ര രൂപ വരും എന്നുള്ളത് പറയാനായിട്ട്. അപ്പോൾ നിലവിലുള്ള പുഴപ്പുറമ്പോക്ക് ഉൾപ്പെടെ ഉപയോഗപ്പെടുത്താവുന്ന രീതിയിലും വേറെ നിയമങ്ങളുള്ളിൽ നിന്നുകൊണ്ട് ചെയ്യാവുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ മറ്റൊരു കാര്യം ഇവിടെ മനസ്സിലാക്കിയത്, പുഴയിൽ ധാരാളമായിട്ട് വേസ്റ്റും മറ്റും അടിഞ്ഞുകൂടിയിട്ടുണ്ട്. അപ്പോൾ അതെന്തായാലും മാറ്റേണ്ടത് അത്യാവശ്യം തന്നെയാണ്. ഈ പദ്ധതിയോടെ ചേർന്ന് ചെയ്യാൻ സാധിക്കുന്നതാണെങ്കിൽ നമ്മൾ അതും കൂടെ നോക്കുന്നതാണ്. സാർ, ഈ മേജർ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്യുമ്പോൾ ഈ ചെറുപുഴ പഞ്ചായത്തിൻ്റെ ഈ പ്രദേശത്ത് മാത്രമാണോ പുഴ കെട്ടി സംരക്ഷിക്കുക? അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ കെട്ടുമ്പോൾ മറുവശത്തേക്ക് കരയിടിച്ചിട്ടുണ്ടാവുമല്ലോ. നമുക്കിപ്പോൾ പെറ്റീഷൻ വന്നിരിക്കുന്നത് ഈ ഭാഗത്തെയാണ് പെറ്റീഷൻ വന്നിരിക്കുന്നത്. പിന്നെ അതുപോലെ ബഡ്ജറ്റും പറഞ്ഞിരിക്കുന്നത് ചെറുപുഴ പഞ്ചായത്തിൻ്റെ ആയതുകൊണ്ട് നമുക്ക് ഇതിനകത്താണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അതേസമയം അപ്പുറത്തെ ആൾക്കാർ, അത് കാസർഗോഡ് ജില്ലയാണ്, അവിടെ വേറെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തന്നെ വേറെ വിങ് ഉണ്ട്, അവരാണ് ടേക്കപ്പ് ചെയ്യേണ്ടത്. ഇനി അതല്ല, നമുക്കിപ്പം ഫണ്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ അത് ചെയ്യാനായിട്ട് മുതിരുന്നതാണ്. അതിന് വേറെ വിഷയങ്ങളൊന്നുമില്ല. ഇതിപ്പോൾ 2 പ്രൊജക്റ്റാണ്. ഇതിപ്പം പാർക്ക് വരുന്നത് മറ്റൊരു പ്രൊജക്റ്റാണല്ലോ. പാർക്ക് വേറെ പ്രൊജക്റ്റാണ്. നമ്മൾ ഇപ്പോൾ പുഴ സംരക്ഷണം മാത്രമാണ് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, മേജർ ഇറിഗേഷൻ ഏറ്റെടുത്ത് നടപ്പാക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അത് എത്രയും പെട്ടെന്ന് ഇപ്പോൾ ഈ എസ്റ്റിമേറ്റ് തയ്യാറാക്കിയാൽ പെട്ടെന്ന് തന്നെ ടെൻഡർ. എസ്റ്റിമേറ്റിനോടൊപ്പം നമുക്ക് ഇതിൻ്റെ മണ്ണ് പരിശോധന നടത്തേണ്ടതുണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കണം. അതിനനുസരിച്ചാണ് എസ്റ്റിമേറ്റിൻ്റെ ബാക്കി. അത് മണ്ണ് പരിശോധന കഴിഞ്ഞ് അത് കൊടുത്ത് ഡിസൈൻ വന്നാലാണ് എസ്റ്റിമേറ്റ് പ്രിപ്പയർ ആവുന്നത്. എസ്റ്റിമേറ്റ് പ്രിപ്പയർ ആയി കഴിഞ്ഞാൽ പിന്നീട് ബഡ്ജറ്റിനകത്ത് അതിൻ്റെ ടോക്കൺ പ്രൊവിഷൻ മാറ്റിയിട്ട് ഒറിജിനൽ പ്രൊവിഷൻ കൊണ്ടുവന്നിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. ഒരു പ്രിന്റ് മുതൽ വലിയ പ്രൊജക്ടുകൾ വരെ നിങ്ങളുടെ വിശ്വസ്ത പങ്കാളി സീനായി ഇന്നോവേഷൻസ് ചെറുപുഴ. ഡിജിറ്റൽ പ്രിന്റിംഗ്, ഡിസൈനിങ്, ലാമിനേഷൻ, ഫോട്ടോ കോപ്പി, മെമന്റോ മേക്കിംഗ് തുടങ്ങിയ വിവിധ പ്രിന്റിംഗ് സേവനങ്ങൾക്കായി സീനായി ഇന്നോവേഷൻസ് നിങ്ങളുടെ വിജയത്തിന്റെ പ്രിന്റിംഗ് പാർട്ണർ.